കുടുംബ പ്രേക്ഷകരുടെ സ്വന്തം ജയറാമിന്റെ മലയാളത്തിലേക്കുള്ള മികച്ച തിരിച്ചുവരവിന് വഴിയൊരുക്കി തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മുന്നേറുന്ന എബ്രഹാം ഓസ്ലറിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത് ജയറാം പ്രധാന റോളിൽ എത്തിയ എബ്രഹാം ഓസ്ലർ എല്ലാവരെയും ഞെട്ടിക്കുന്ന റെക്കോർഡ് കളക്ഷനോടുകൂടി തന്നെ 4ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഞായറാഴ്ചയാകുമെന്ന് ഉറപ്പാണ്. ആദ്യ ദിവസത്തെ ആദ്യ ഷോ മുതൽ പോസിറ്റീവ് അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇതിനോടകം തന്നെ മികച്ചൊരു കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. 2024 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ആകും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇമോഷണൽ മെഡിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകരെ അവസാനം വരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള തിരക്കഥയും മമ്മൂക്കയുടെ ഞെട്ടിക്കുന്ന ഇൻട്രോയും ഒക്കെ കൂടിയായപ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പായി എന്ന് വേണം പറയാൻ. ചിത്രത്തിന്റെ 2ാം പകുതിയിൽ മമ്മൂക്കയുടെ വരവോടുകൂടി ചിത്രം വേറൊരു ലെവലിലേക്കാണ് പോയത്. ഈയിടെയായി മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന റോളുകൾ അപാരം എന്ന് വേണം പറയാൻ. ഈ ചിത്രത്തിലെ റോളും അതുപോലെ ഒന്ന് തന്നെയാണ്. അത് ചിത്രം നിങ്ങൾ കണ്ടവരാണെങ്കിൽ മനസ്സിലാകും. മികച്ചൊരു കണ്ടന്റ് ഉള്ള സിനിമയാണെങ്കിൽ തിയേറ്ററുകളിൽ ആള് കയറും എന്നുള്ളതിനുള്ള ഏറ്റവും പുതിയ തെളിവാണ് എബ്രഹാം ഓസ്ലർ. ചിത്രം ഇതിനോടകം തന്നെ ജയറാമിന്റെ കരിയറിലെ ഏറ്റവും വലിയ പണം വാരി സിനിമയായിരിക്കുകയാണ്. ചിത്രത്തിന്റെ 3ാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,20,00,000 രൂപയ്ക്ക് അടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കളക്ഷനെക്കാട്ടിയും കൂടുതലാണ് ചിത്രം 3ാം ദിവസമായ ശനിയാഴ്ച നേടിയെടുത്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്നും ചിത്രം മികച്ച കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 16 കോടിക്ക് മുകളിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ചിത്രം മികച്ചൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ 4ാം ദിവസമായ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് എല്ലായിടത്തും മികച്ചൊരു ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതലുള്ള എല്ലാ ഷോകൾക്കും മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ 80% മുകളിലുള്ള തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആണ്. ശനിയാഴ്ചയിലെക്കാട്ടും കൂടുതൽ എക്സ്ട്രാ ഷോകൾ ഇന്ന് കാണുമെന്ന് ഉറപ്പാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഷോകളും ഫുൾ ആണ്. പൊങ്കൽ റിലീസായ ധാരാളം മികച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എബ്രഹാം ഓസ്ലറിന് വലിയൊരു ജനത്തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പൊങ്കൽ റിലീസായ മറ്റ് പാൻ ഇന്ത്യൻ സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ ഒരു കൊച്ചു ചിത്രം തിയേറ്ററുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 24 മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയത് ഏകദേശം 95,000 ടിക്കറ്റുകളാണ്. ഓരോ മണിക്കൂറുകളിലും വിറ്റുപോകുന്നത് 5,000 മുകളിൽ ടിക്കറ്റുകളാണ്. ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ 3 ദിവസത്തേക്കാൾ കൂടുതൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പാണ്. ഏകദേശം 3.5 കോടിക്കും 4 കോടിക്കും അടുത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇന്ന് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചിത്രം 4 ദിവസം കൊണ്ട് മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 23 കോടിക്കടുത്ത് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ള യഥാർത്ഥ റിപ്പോർട്ടുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിന്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ചിത്രം 10 കോടിക്കും 15 കോടിക്കും ഇടയിൽ ബഡ്ജറ്റ് വരാനാണ് സാധ്യതയുള്ളത്. ചിത്രം കാണാൻ ഇപ്പോൾ ഫാമിലി പ്രേക്ഷകരാണ് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാമിലി പ്രേക്ഷകർ ഒരു ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വേറൊരു ലെവലിൽ എത്തുമെന്ന് സമീപകാലത്ത് ഇറങ്ങിയ ചിത്രങ്ങൾ തെളിയിച്ചതാണ്. എബ്രഹാം ഓസ്ലർ എല്ലാവിധ കളക്ഷൻ റെക്കോർഡുകളും തകർത്ത് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രം ഒരു ലോങ് റൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.